എവിടെയാടാവൻ? ഞങ്ങളെ അല്ലനെ നോക്കി നടക്കണേ ഹാർബറിൽ. ഇവിടെയാണെങ്കിൽ ഇഷ്ടംപോലെ ചെമ്മീനൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങൾ കടലിലൊന്ന് ചൂണ്ടിടാൻ വേണ്ടി ഇറങ്ങിയതാണ്. നോക്കിയേ, ഇന്ന് മൊത്തം ഇവിടെ കയറിയേക്കണമെന്നുണ്ട്. അത് ചെമ്മീനാണ് കയറിയേക്കണത്. ചെമ്മീൻ ചാകരയാണല്ലേ? ചെമ്മീൻ വന്നിട്ടുണ്ടെങ്കിൽ അരികിൽ മീനും ഉണ്ടാകും കേട്ടാ. ഞാൻ കണ്ട് ഇത് പിടിച്ചേ, അല്ലനെ പിടിക്കട്ടാ. നമ്മളെ കണ്ടപ്പോ ഞങ്ങൾ അലനെ നോക്കിയിടക്കണേ. അത് മുങ്ങിയെന്ന് തോന്നുന്നു ഇവിടുന്ന്. അലനെന്ത് അലനെ നോക്കിയിടക്കണേ? എന്താ പിടി വല്ല ഉണ്ടോ? ചെമ്മീൻ എടുത്താ അലൻ വടക്കെന്ന് പറഞ്ഞിട്ട് വടക്ക് നിൽക്കണം. ഈ അലനെയാണ് നമ്മൾ നോക്കി നടക്കണത്. കുറവാണ്. ഇന്നലെ ആയിരുന്ന കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നില്ലേ? ചെമ്മീൻ കുറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷം കൊഴുവ വരുക. അങ്ങനെയൊന്നും ഇല്ലല്ലേ? അത്രയൊന്നും ആയിട്ടില്ല. മതി മതി, ഞങ്ങൾ ചൂണ്ടിടാനുള്ള ചെമ്മീൻ നമ്മൾ എടുത്തിട്ടുണ്ടേ. ഇന്ന് ചെമ്മീൻ ചേട്ടാ, ഈ ചെമ്മീൻ തിരിയണതിന് അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്? അവര് കുറേശ്ശെ ചെമ്മീനും എടുക്കും, കുറേശ്ശെ മീനും കൊണ്ടുപോകും. അങ്ങനെയാണല്ലേ? ഇവരെല്ലാരും ഇവിടെ ആന്ധ്രയിൽ നിന്നൊക്കെ ഉള്ളവരാണോ? ഈ സൈഡിലേക്ക് ഉണ്ടാ ഇവിടെ നമ്മുടെ ഈ ചെല്ലാന ഹാർബറിൽ മാത്രമല്ല, ഒട്ടുമിക്ക സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറേ ചേച്ചിമാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവർ മിക്കവരും എനിക്കൊന്നും ഇവരെല്ലാവരും ആന്ധ്രയിൽ നിന്നുള്ളവരാണ് തോന്നുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ കൂടുതലുള്ളത് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്നുള്ളവരും ഉണ്ട്. അപ്പോൾ ഇവരുടെ ഇവിടുത്തെ പരിപാടി ഉണ്ട്. ഇവിടെ വള്ളക്കാർക്ക് വേണ്ടിയിട്ട് അവർ പിടിച്ചുകൊണ്ട് തന്നെ ചെമ്മീൻ തിരിഞ്ഞു കൊടുക്കും. എന്നിട്ട് അവർ അതിൽ നിന്ന് ചേട്ടൻ പറഞ്ഞ പോലെ കുറച്ച് അവരുടെ കൂലിയായിട്ട് എടുക്കണത് കുറച്ച് സാധനങ്ങൾ എടുക്കണം. കുറച്ച് ചെമ്മീനും പിന്നെ തിരിവന മീനുകളൊക്കെ ഉണ്ടല്ലോ, അത് അവരെടുക്കും. എന്നിട്ട് ഇവിടെ നമ്മളെപ്പോലെ ലോക്കലായിട്ട് മീൻ വാങ്ങാൻ പറ്റുന്നവർക്ക് അത് കൊടുക്കും. നല്ല ക്യാഷ് കിട്ടും കേട്ടോ. പക്ഷെ അതേപോലെ നല്ല പണിയും എടുക്കും. പിന്നെ കുറച്ച് നേരത്തെ പണി മാത്രമേ ഉണ്ടാവുള്ളൂ. രാവിലെ വള്ളം വന്നാൽ തുടങ്ങി ഒരു 10-11 മണി 12 മണി വരെയൊക്കെ ആകുമ്പോഴേക്കും പണിയും തരും. അവരെ നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ കാണുന്നതാണ്. അപ്പോൾ ഞാനൊന്ന് ഓർത്ത് അവരതൊന്ന് കാണിച്ചു തരാമെന്ന്. പിന്നെ അവരുടെ പഴയ ഒരു വീഡിയോ എൻ്റെ കയ്യിൽ കിടപ്പുണ്ടായിരുന്നു. അവർ ഈ ഹാർബർ ക്ലീൻ ചെയ്യണത്. അപ്പം അങ്ങനെ മൊത്തം അടിച്ച് വൃത്തിയാക്കിയൊക്കെ ഇടണത്. അങ്ങനത്തെ കാര്യങ്ങൾ അവരിടയ്ക്ക് ചെയ്യാറുണ്ട്. ഇനി വർഷം നമുക്ക് ഇതുവഴി കൂടി കയറാം. ഇടവഴി കൂടി കയറാം. 300 രൂപ വിറ്റ 300 രൂപ വിറ്റ് 300 രൂപ. അതിനപ്പം അവിടെ തിരിയണത് മാത്രമല്ല കേട്ടാ. ഈ വള്ളം വന്നു കഴിയുമ്പോൾ വള്ളത്തിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്ക് അവർ ചെന്നിങ്ങനെ ആൾക്കാർ നിൽക്കണത് കണ്ട നോക്കട്ടെ. ഇതേപോലെ ബക്കറ്റുമായിട്ട് അവർ ചെല്ലും. അങ്ങനെയല്ലടാ, പങ്ക് കൊടുക്കണമല്ല. ഉണ്ട് ഇവിടെ അവിടെ തിരിയണ ചേച്ചിമാർ മാത്രമല്ല കേട്ടോ. ഇവിടെ കുറേ ചേച്ചിമാരൊക്കെ നിൽക്കണ ചേച്ചിമാരും ചേട്ടന്മാരൊക്കെ ഇല്ല വള്ളത്തിൻ്റെ അവിടെ പോയിട്ട് ഇങ്ങനെ എടുക്കണത് കണ്ട ബക്കറ്റിൽ. അപ്പം അവർ ഈ പുതിയ വള്ളം വരുമ്പോൾ ചെമ്മീനും മീനുമൊക്കെ ആയിട്ട് വരുമ്പോൾ ഇതുപോലെ ചേച്ചിമാരവിടെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് ഓരോ കോരി ഇവർക്ക് കൊടുക്കും, ആരെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കും. അതും ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ വിൽക്കുവേ. അതെന്താ സംഭവം എന്നറിയാവാ? ഈ ശരിക്കും നമ്മുടെ ഈ കടപ്പുറത്തൊക്കെ ഒരു നിയമമൊന്നും പറയാൻ പറ്റില്ല, ഒരു രീതിയുണ്ട്. ഈ ആരും മീൻ കറി വെക്കാനായിട്ട് ചെന്ന് ചോദിച്ചാലും ഈ വള്ളത്തിൻ്റെ അടുത്ത് ചോദിച്ചാലും മീൻ അവർ കറി വെക്കാനുള്ളത് കൊടുക്കും. അത് ഈ പരമ്പരാഗതമായിട്ട് തുടർന്നു വന്നൊരു രീതിയാണ്. അപ്പം അത് കാരണം പക്ഷേ അത് നമ്മുടെ നാട്ടിൽ ഈ കടപ്പുറത്തുള്ള ആൾക്കാരെല്ലാവരും പണ്ടെല്ലാവരും കടലിൽ പോകണവരായിരുന്നല്ലോ. അപ്പോൾ കടലിൽ പോകാത്തവർക്ക് വീട്ടിൽ മീൻ കറി വെക്കണം എന്നുള്ളത് കൊണ്ടിട്ട് അങ്ങനെ കൊടുത്തു വന്ന രീതിയാണ്. പക്ഷേ ഇപ്പോൾ അത് എനിക്ക് തോന്നുന്നു ചെറിയ രീതിയിലൊക്കെ ദുരുപയോഗം ചെയ്യാനുണ്ട്. കാര്യം കുറേ ആൾക്കാർ അതൊരു തൊഴിലായിട്ട് എടുത്തിട്ട് നേരെ വള്ളത്തിൻ്റെ അടുത്ത് ചെല്ലും, എന്നിട്ട് അത് മേടിക്കും. അവർ കോരിക്കൊടുക്കണ മീൻ കൊണ്ടുവന്ന് കരയെ കൊണ്ടുവന്ന് അപ്പം തന്നെ കൊടുക്കും. അങ്ങനെ ചില സമയത്തൊക്കെ ഭയങ്കര ബഹളമായിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, വെള്ളത്തിൽ ഇത്രയും നനഞ്ഞൊക്കെ ഇറങ്ങി ചെന്നാലും മീൻ അവർ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നമ്മളെ എന്നാലും തരും കേട്ടോ അവർ. അങ്ങനെ മേടിച്ച ചെമ്മീനല്ലേ ഇത്, നമ്മുടെ അലൻ തന്ന ചെമ്മീനായിരുന്നു.
അല്ലെങ്കിൽ ഇവർ നമ്മളെ തെറ്റിദ്ധരിക്കും. എരുന്ന് മേടിച്ചല്ല, അല്ല നമ്മുടെ ഫ്രണ്ട്, മൈ ഫ്രണ്ട്. ഏച്ചി ചെമ്മീൻ നല്ല രീതിയിൽ കയറിയിട്ടുണ്ടെന്ന്. ചെമ്മീൻ പൂവാലൻ ചെമ്മീനാണ് കേട്ടാ. ഈ പൂവാലൻ ചെമ്മീൻ എന്ന് പറയണതേ തെള്ളിച്ചെമ്മീൻ്റെ ചേട്ടാ, ഈ പൂവാലൻ ചെമ്മീൻ എന്ന് പറയുന്നത് തെള്ളിച്ചെമ്മീൻ്റെ കടല ചെമ്മീൻ തന്നെയല്ലേ? അല്ലേ, തെള്ളിച്ചെമ്മീൻ കടലിൽ ചെല്ലുമ്പോൾ വളരണത്. ഓക്കെ, പൂവാലനാണ്. ഇല്ലില്ല, അത് എല്ലാ ചെമ്മീനും കായലിലുള്ള ചെമ്മീൻ തന്നെയാണ് ഇത് സംഭവം. പക്ഷെ കായലിൽ നിന്ന് കടലിൽ ചെന്ന് കഴിയുമ്പോൾ ഇവൻ പൂവാലൻ തെള്ളി എന്ന് പറഞ്ഞാവും അല്ലേ? അതിൽ തന്നെ നമ്മുടെ കായലിലുള്ള നാരൻ ചെമ്മീനാണ് ഇവൻ. പക്ഷെ കടലിൽ ചെല്ലുമ്പോൾ അതിന്റെ കളർ മാറും, കുറച്ച് മാറും, നല്ല ചുവപ്പാവും, കാലൊക്കെ നല്ല ചുവന്ന കളറാവും, സൈസും കുറച്ചുകൂടി വലുതാവും അല്ലേ ഏട്ടാ? സൈസ് നല്ല വലുതായല്ലേ ഇത്? അപ്പൊ ചേട്ടന്മാരിവിടെ ഭയങ്കര തിരില്ല. അതേപോലെ കഴന്തൻ എന്ന് പറഞ്ഞൊരു ചെമ്മീനുണ്ട്, അതിനകത്തുണ്ടാ? കഴന്തനില്ല. കഴന്തൻ എന്ന് പറഞ്ഞൊരു ചെമ്മീൻ നമ്മുടെ കായലിൽ ചൂടൻ ചെമ്മീൻ എന്ന് പറഞ്ഞ ചെമ്മീനാണ്, അത് കഴന്തനാവും. അത് നാരൻ. ഇതാണ് നമ്മുടെ കടൽ ചെമ്മീൻ വിശേഷം. കടലിലെയും കായലിലെയും ചെമ്മീനുകൾ തമ്മിലുള്ളൊരു ബന്ധം അതാണ്. അപ്പം ഇനി ജോബിനെ കണ്ടില്ല, അവനുണ്ടോ ഇവിടെ? അപ്പം ഇനി നമ്മൾ ചൂണ്ടയിടാനായിട്ട് അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ പണി തുടങ്ങിയിട്ട് ആദ്യം റോഷൻ ഒരു ഏറങ്ങാട് എറിഞ്ഞ് ഒരു കുഞ്ഞ് മീൻ കിട്ടിയിട്ടുണ്ട്. വലിയ ചെമ്മീനാണ് ഇട്ട് കൊടുത്തത്, എന്നിട്ട് കിട്ടിയത് കുഞ്ഞിയാണ്. ഈ മീനെ പിടിക്കാനാണ് വന്നത് കേട്ടോ ഞങ്ങൾ. ഇതും നമ്മുടെ കതിരാൻ എന്ന് പറയുന്ന മീനൊക്കെയാണ് ഈ സമയത്ത് അടിക്കണത്. ആണോ? അപ്പോൾ ഓരോ സമയത്തിനനുസരിച്ചിട്ടാണ് മീനുകൾ വരുന്നത്. ഈ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കതിരാനും ഈ കുഞ്ഞു മീനുകളുടെയൊക്കെ സമയമാണ്. ഇത് കുട്ടനാണ്. കുട്ടൻ. അപ്പം കുട്ടനാണ് കേട്ടോ. അപ്പോൾ അതുപോലെ വലിയ മീനുകളും കിട്ടും കേട്ടോ. കാളാഞ്ചി, കടപ്പുറത്തിൻ്റെയൊക്കെ ഒരു സമയമാണ്. പിന്നെ തെരണ്ടി. പക്ഷേ ഓരോ സമയത്തും ഓരോ സാധനങ്ങളിൽ വേണം നമ്മൾ ട്രൈ ചെയ്യാനായിട്ട്. ഇത് വെച്ചിട്ട് തെരണ്ടിനെ പിടിക്കാൻ പോയാൽ നമ്മുടെ ചൂണ്ട അടക്കം തെരണ്ടിക്ക് കൊടുക്കേണ്ടി വരും. ഒരു കവറിലാക്കണ എന്തിനാ? അതിനകത്ത് തന്നെ ചെമ്മിനകത്ത് തന്നെ ഇട്, എല്ലാം കൂടി കറി വെക്കാൻ ലാസ്റ്റ്. ഉപ്പുവെള്ളമാണല്ലേ? ടൈറ്റ് പിടിക്കാം, അല്ലെങ്കിൽ അതുകൂടെ പൊട്ടിപ്പോ. ഹാൻഡില് ലെഫ്റ്റ് സൈഡിൽ ഇട്ടേക്കുന്നത് ഇത്തിരി സീനാ. അല്ല, ഇതില് റൈറ്റും ലെഫ്റ്റ് ഒക്കെ മാറ്റാൻ പറ്റും. നാറി ഇനി നിക്കണ്ടത്. മീനുണ്ടാ? മീനാണത്. തെരണ്ടി കുഞ്ഞായിരിക്കും. അതുകൊണ്ടല്ല എൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് നീട്ട് വെച്ചിട്ടും പിന്നെ ഇവന് ഹാൻഡിൽ മാറ്റിയിട്ട് എനിക്കാണെങ്കിൽ ഇഷ്ടമില്ലാത്ത ഹാൻഡിലാണ്. തെരണ്ടി തെരണ്ടി ഗിറ്റാറല്ലേടാ അത്? തെരണ്ടി കുഞ്ഞ. അയ്യോ പാവം. അതിന് വിടാൻ നമുക്ക്. തെരണ്ടി കുഞ്ഞ്. നമ്മ പിടിക്കാൻ വന്ന സാധനം വേറെ, അത് കിട്ടിയത് ഇവനാ. കുഞ്ഞ് തെരണ്ടിയാണേ. അപ്പൊ പിന്നെ മദറിലെവിടെ ഉണ്ടാകണല്ലേ? മദറൊക്കെ ഉണ്ടാവും, പക്ഷെ നമ്മൾ പിടിച്ചാൽ നമ്മൾ കളഞ്ഞാൽ മതി. ഇതെങ്ങനെ ഉരുത്? എനിക്ക് പേടിയാ. അത് കടിക്കുന്നില്ല, നീ ഒരിക്കലും വാലിന് കുത്തും. വാലയിലൊന്നും ചെയ്യണ്ട, അതിപ്പോ ചെറുതല്ലേ, അതിന് വാലൊക്കെ ഒടിച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിനെ വിടാൻ പറ്റാണ്ടായി പോകും. അപ്പൊ എന്ത് തൽക്കാലം മലത്തിൽ കിടത്ത്, എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യും.
ഓപ്പറേഷൻ സക്സസ് ആണെങ്കിൽ ഞാൻ വാല ചവിട്ടി പിടിക്കാം. ഓക്കെ, മടക്കി അടിക്കരുത് കേട്ടോ. മടക്കൊന്നും അടിക്കല്ല, ഞാൻ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. കുഞ്ഞു തരണ്ടില്ല, പ്ലെയർ വെച്ചെടുക്കടാ, അല്ലേ ബാക്കിൽ പ്ലെയർ. ഇതാ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ കൂടി ഈ തെരണ്ടിയുടെ വാല് സീനാണ്. അമ്മാതിരി വിഷമുള്ള മുള്ളാണ് അതിന്റെ വാലിലുള്ളത്. ഓക്കെ, ഇനി എങ്ങനെ റിലീസ് ചെയ്യും നമ്മൾ? പിന്നെ നീ കൈ കൊണ്ട് എറിയോ? വാല് തൂക്കി എറിഞ്ഞോ മുള്ളു കൊള്ളാത്ത രീതിയിൽ പിടിച്ചിട്ട്? കോളടിക്കാൻ എന്തൊക്കെ എന്നെ വിടാൻ പോണേ. ഇതിനെ റിലീസ് പക്ഷെ ഇതിനെ റിലീസ് ചെയ്യണമെങ്കിൽ എങ്ങനെ എറിയും? വാല് തൂക്കി നീ എറി, ചെറുതല്ലേ. പിടിക്കാം, അല്ലെ ഞാൻ പിടിക്കാം. അതാ പിടിക്കുന്നത്. എനിക്ക് പേടിയാ, അടി കൊണ്ടിരിക്കാൻ. നിങ്ങളാവുമ്പോ ഞണ്ടിനൊക്കെ കഴിച്ച് പിടിക്കുന്നത്. അത് മുള്ളു നോക്കി, രണ്ട് മുള്ളുണ്ട് കേട്ടോ ഇവന്. എടുത്തോ, കല്ലൊന്നും വീഴല. ഒരു സ്റ്റെപ്പ് കൂടെ ഇറങ്ങ്. നിന്നെ രക്ഷപ്പെടുത്താനായിട്ട് ചെയ്തപ്പോ നീ ഒരു മനുഷ്യ തെണ്ടിത്തരം കാണിച്ചാളാ. അവനവിടെ കിടപ്പുണ്ട്. കായലിൽ കിടന്ന് വെച്ചാൽ കടലിൽ കിടന്ന് തെരണ്ടിനെ പിടിച്ചിട്ടും കല്ലിന്റെ ഇടയിലിട്ട് അവസ്ഥയെന്ന് വെച്ചാൽ സീനായി പോയില്ലേ? അയ്യേ സുഭാഷേ, അതാ തെര വന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും വിട്ടേനെ. കാര്യം വരെ എടുക്കലല്ലേ. പോട്ടെ, അവൻ രക്ഷപ്പെടുമെങ്കിൽ ചിലപ്പോൾ കല്ലിൻ്റെ കൂടെ അരച്ചു പോകും കടല്ലാണ്ട്, അല്ലാണ്ട് നിവൃത്തിയില്ല എനിക്ക്. അപ്പം എന്തായാലും വിടാനുള്ള ശ്രമം കാണിച്ചു നമ്മൾ അല്ലേ? അടുത്തന്നെ കുറച്ച് ചിലപ്പോൾ മദറിൻ്റെ അടിച്ചാലും. അടുത്ത വരണ്ടി കപ്പയെന്ന് പറഞ്ഞ അടിച്ചത് വലിയ പല്ലി മീന. ടൈറ്റ് പിടിക്കുക ചേട്ടാ, കൊത്തലുണ്ടല്ലോ. കൊത്തില്ലേ അത്? മീനുണ്ടോ? നിങ്ങൾ തന്നെ ഇട്ടോട്ടാ. വലിയ കുഞ്ഞു മീനടിക്കണം, നല്ല വലിയ കല്യാണം. ഉടക്കല്ലേ? ചെറിയ മീനടിക്കണം. നമ്മുടെ ചെമ്മീൻ അനുസരിച്ച് അടിക്കുന്നത് തോന്നണല്ലേ? ആ, ചെമ്മീൻ വലിയ ചെമ്മീൻ ഇടണം. ഈ ചെമ്മീൻ ഇട്ട് കഴിഞ്ഞാൽ ചെറുതേ അടിക്കുള്ളൂ. കൊത്തനുണ്ടായി. നല്ല വലിയാണ് വലിച്ചത്. മീനുണ്ടായി. അത് കൊള്ളാം, ഞാനല്ലേ വലിച്ചത്. മീനുണ്ടാവും. ഞാൻ ഇനി ഉണ്ടല്ലോ ഇത് ഇട്ടിട്ട് അവിടെ നിന്ന് ഇടാൻ പോണേ. രണ്ടെണ്ണമായിട്ടേ വലിച്ചെടുത്തുള്ളൂ കേട്ടോ. അല്ല, ഇങ്ങനെ ഹുക്ക് ചെയ്തിട്ട് അവിടെ ഇടണം. അത് പോവുകയും ചെയ്തു. അത് മര്യാദ ഹുക്കായിട്ടത്. ഞാൻ മീനെ കണ്ടായിരുന്നു. ഞാൻ അത് കിട്ടിയതായിരുന്നു. അത് പോയി. ഞാൻ ഹുക്ക് ചെയ്തിട്ട് അവിടെ തന്നെ ഇടാൻ പോണേ. 3 മീനായിട്ട് വലിയ ചെമ്മീനെ കൊടുത്തത്. വലിയ പറഞ്ഞല്ല, വലിയ മീനായിട്ട് പിടിക്കണുള്ളൂ. നമ്മളെ ഈ നമ്മൾ പല്ലി മീനെയൊക്കെ പിടിക്കാൻ വരുമ്പോൾ ഈ ചെറിയ മീനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചെറിയ പല്ലി മീനെ അടിക്കുള്ളൂ. ചെറിയ ചെമ്മീന് ചെറിയ പല്ലി. അങ്ങനെ വട്ടം കോർക്കും. ഇല്ല, ഇങ്ങനെ കൊടുത്താൽ മതി. മൊത്തത്തിൽ വിഴുങ്ങണവൻ. വലിയ എന്തിന് വലിയ പല്ലി മീൻ ഒരെണ്ണം തോന്നിട്ടുണ്ട്. അടുത്തോടി കൊള്ളണം. കൊണ്ടവനും പോയാ അതിനെ എടുക്കിങ്ങടല്ല, വല്ല കല്ലിനടക്കം കയറും. ഉള്ളതിനെ മതി. വേണ്ടത് വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കല്ലിന്റെ വെയിറ്റ് ആണ്. അല്ല അല്ല അല്ല, എന്ത് കിട്ടിയത് തരും. നോക്ക്, നീ പുറത്തപ്പ കിട്ടിയ ഉണ്ണാക്കി ചെറിയ മീനാണോ? നോക്ക്, 1 ഇഞ്ച് വലുതായി. 1 ഇഞ്ചെങ്കിൽ 1 ഇഞ്ച് വലുതായില്ലേ? അതാണ് എന്റെ വ്യത്യാസം. എന്തടിച്ചാലും തരണ്ടിയാണ്. അല്ലടാ, നല്ല വലിയായിരുന്നടാ ഞാൻ വലിച്ചത്. മുട്ടക്കാട്ടൊന്നും മുട്ടക്കാട്ടൊന്നുമില്ല.
പകുതി അതിനിടയ്ക്ക് നോക്കിയാൽ പകുതി കടിച്ചിട്ട് പോയി അതിനകത്തുനിന്ന് ഒരെണ്ണത്തിന്റെ. ആ ഭയങ്കര കടിയാണല്ലേ ഉമ്മാര്, aggressive ആണോ? ഭയങ്കര അഗ്രസീവാ. റോഷ ആ ഞാനൊരു 10 മീനെ പിടിക്കണ്ട, അതിനുശേഷം നീ ഒരു 10 മീനെ പിടിക്കണം. അപ്പോൾ 20 ആവും. 20. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും കറി വെക്കാനുള്ള മീനാവും. തുല്യ മീനാവും. ആ തേര പോട്ടോ ഇതാ, തേര പോട്ടോ. എടാ അത് അവന് നല്ല വലിയ മീൻ വലുത് കിട്ടി, കിട്ടിയതാ. വലുത് കിട്ടി. അതെന്താടാ നമ്മക്കെല്ലാം ചെറുതോ അവർക്കൊക്കെ വലുത്? പിടിക്കാൻ അറിയാവുന്നതുകൊണ്ട്. അസൂയ കുശുമായിട്ട് വരുമായിരുന്നു. എറി തെരമറിയാൻ അവിടെ എറിഞ്ഞേക്കണത്. തെരണ്ടി ആയിരിക്കും അടുത്തത്. ഉണ്ടാ പിന്നെ 10 നമ്മ പെട്ടെന്ന് പിടിക്കും. ഓ ഇതിലും ദാരിദ്ര്യം. കുഴപ്പമില്ലെന്ന് പറയാം. ഇതൊക്കെ വലിയ മീനാണ്. പിന്നെ ഈ വലിയ മീനെ പിന്നെ ഇതിന്റെ അത്രയും സ്രാവിന്റെ അത്രയും വരികയല്ലല്ലോ. ഇവനെയാണ് നമുക്ക് വേണ്ടത്. അതെ, ഞാൻ പിടിച്ചെങ്കിൽ ഇച്ചിരി ചെറുതരം കുഴപ്പമില്ല. കാര്യം പറയല്ലേ. ഓ അടിച്ചു പിടിക്കാ. അപ്പൊ സെയിം സമാസമം കേട്ടാ. സമാധാനം ഒന്നുമല്ല, ഞാൻ പിടിച്ച 1 ഇഞ്ച് കൂടി ഉണ്ടായിരുന്നു. ആ ഇടും വാ. അതെ, ഇതാണ് ഞങ്ങൾ പിടിച്ച മീൻ കേട്ടാ. ഇത് ഞാൻ പിടിച്ച വലിയ മീനുകളാണ്. റോഷൻ പിടിച്ച ചെറുതൊക്കെ അതിനകത്ത് കിടപ്പുണ്ട്. സെയിം ഒന്നുമല്ല, ഒരു സെയിമും ഇല്ല. അതെ നോക്ക്, 1 ഇഞ്ചെങ്കിലും വലുത് കണ്ടില്ലേ? വാല് നോക്ക്. എന്തായാലും എത്രയല്ല കേട്ടാ. അപ്പം കുറച്ച് മീനുകളൊക്കെ പിടിക്കാറുണ്ട്, പക്ഷെ നല്ല വെയിലായില്ല. പിന്നെ ഇതിൻ്റെ പേര് ക്രോക്കർ ഫിഷുകൾ എന്നാണ് മൊത്തത്തിൽ പറയണത്. നമ്മുടെ ഇവിടെ ഇതിനെ പല്ലിമീൻ, പല്ലിക്കോര എന്നൊക്കെ പറയും. പക്ഷേ ചില സ്ഥലത്ത് പല്ലിക്കോര എന്ന് പറയുന്നത് നമ്മുടെ കട്ട്ള എന്ന് പറഞ്ഞ മീനുണ്ടല്ലോ, സിൽവർ സ്നാപ്പർ എന്ന് പറഞ്ഞ മീൻ. അതേ കുടുംബത്തിൽപ്പെട്ട മീനുകളാണ് ഇവന്മാർ. കട്ട്ള, ഈ മീൻ, പിന്നെ നമ്മുടെ കുട്ടൻ എന്നൊക്കെ പറയുന്നത് എല്ലാം ക്രോക്കർ എന്നാണ്, ക്രോക്കർ ഫിഷുകളെന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ നമ്മളൊരു മീൻ പിടിച്ചപ്പോൾ കരഞ്ഞല്ല ഒരു മീൻ ഒച്ച ഉണ്ടാക്കിയില്ലേ, ആ മീൻ മിക്കവാറും ഇതിൻ്റെ മെയിൽ ഫിഷ് ആകാനാണ് ചാൻസ്. മെയിൽ ഫിഷിന് മാത്രമാണ് ഇതിന് ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനുള്ള കഴിവ്. എന്ന് വെച്ചാൽ എണ്ണയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കഴിവാണ് മെയിൽ ഫിഷിൻ്റെ. അത് സൗണ്ട് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ബ്ലാഡർ ഉപയോഗിച്ചിട്ട്, അതിനുള്ള ബ്ലാഡർ ഉപയോഗിച്ചിട്ടാണ് ക്രോക്കർ ഫിഷുകളെല്ലാം സൗണ്ട് ഉണ്ടാക്കുന്നത്. പിന്നെ ഇതിന് മൊത്തത്തിൽ ഗോൾ ഫിഷുകളെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗോൾ ഫിഷുകൾ എന്ന് പറയുന്നത് വളരെ വില കൂടിയിട്ടുള്ള ബ്ലാഡർ വിൽപ്പനയ്ക്ക് എടുക്കുന്ന ഒരുതരം മീനുകളാണ് ക്രോക്കർ ഫിഷ്. പക്ഷേ ഇതിൻ്റെ ബ്ലാഡർ എടുക്കാനുള്ള വലിപ്പമൊന്നും ഇവൻ വിലക്കിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് എൻ്റെ അറിവിൽ ഏകദേശം ഒരു ഇത്രയൊക്കെ വരെ വലുതാവുള്ളൂ. റോഷൻ പറയുന്നത് 1-1.5 കിലോ വരെ വലുതാവുമെന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടെങ്കിൽ ഉണ്ട്, എനിക്കറിയില്ല കേട്ടോ. അപ്പം കട്ട്ള എന്ന് പറഞ്ഞ മീൻ, സിൽവർ സ്നാപ്പർ എന്ന് പറഞ്ഞ മീൻ അത്യാവശ്യം നല്ലപോലെ വലുതാകണം. അതിൻ്റെ ബ്ലാഡർ വിലക്കൊക്കെ എടുക്കുന്നതാണ്. ബ്ലാഡറിനെ പറ്റി ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ കേട്ടോ. ഭാഗ്യം, ജസ്റ്റ് മിസ്. അപ്പോൾ ഞാൻ നോക്കിയാൽ ചൂണ്ടക്കാരൊക്കെ ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ഞങ്ങൾ വെയിലടിച്ചത് കാരണം മീൻപിടുത്തം അവസാനിപ്പിക്കുകയാണ് സുഹൃത്തുക്കളെ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ചേട്ടാ